SDP NSS ഐക്യം പാളിയതിൽ വെള്ളാപ്പള്ളിക്ക് നൽകിയ പത്മഭൂഷണം കല്ലുകടിയായി. രാഷ്ട്രീയ നീക്കത്തിൽ സംശയമുണ്ട് എന്ന് മാതൃഭൂമി ദിനപത്രത്തോട് തുറന്നു പറഞ്ഞിരുന്നു ജി സുകുമാരൻ നായർ. NDA പ്രമുഖൻ ചർച്ചയ്ക്ക് വരുമ്പോൾ തരികിട തോന്നിയെന്ന് NSS ജനറൽ സെക്രട്ടറി പറയുന്നു. NSSനെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കങ്ങളിലൊക്കെ എന്തൊക്കെയോ അടിയൊഴുക്കുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ തന്നെയാണ് NSS മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ ഈ ഐക്യ നീക്കത്തോട് ഇല്ല അല്ലെങ്കിൽ ഐക്യം വേണ്ട എന്ന നിലപാട് NSS എടുത്തിരുന്നു. ഡയറക്ടർ ബോർഡ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് ആ വാർത്താക്കുറിപ്പും വന്നിരുന്നു. അന്ന് സുകുമാരൻ നായർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതികരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മാതൃഭൂമിക്ക് നൽകുന്ന അഭിമുഖത്തിൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഈ ഐക്യവുമായി ബന്ധപ്പെട്ട് അത് എന്തുകൊണ്ട് വേണ്ടെന്ന് വെച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ അതിൽ അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ടാണ്. തുഷാർ വെള്ളാപ്പള്ളിയുടെ വരവ് അത് അത്ര ശരിയല്ല എന്ന നിലപാട് NSS പറഞ്ഞിരുന്നു. അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയുകയാണ്. ഒരു ഘടകകക്ഷി നേതാവാണ് NDAയുടെ. അപ്പോൾ ആ ഘടകകക്ഷി നേതാവിനെ നിയോഗിക്കുമ്പോൾ അതിൽ ചില അടിയൊഴുക്കുകൾ താൻ സംശയിച്ചു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഡയറക്ടർ ബോർഡിലേക്ക് ഒരു പ്രമേയമായി അവതരിപ്പിക്കുകയും അതിൻ്റെ അംഗീകാരം നേടുകയും ഐക്യം വേണ്ട ഇന്ന കാര്യങ്ങളിൽ നിന്ന് തീരുമാനിക്കുകയും ചെയ്തത്. ഇതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന് കേന്ദ്രം കൊടുത്തിട്ടുള്ള ഈ പത്മഭൂഷൺ എന്ന് പറയുന്ന പുരസ്കാരം, ആ പുരസ്കാരവും കൂടിയായപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ ഒരു സംശയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില ഇടപെടലുകൾ ശുദ്ധമല്ല എന്ന തോന്നൽ തനിക്കുണ്ടായി എന്ന കാര്യമാണ് സുകുമാരൻ നായർ വ്യക്തമാക്കുന്നത്. അതായത് ഈ പ്രോസസ് മുഴുവനും ഒരു ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് എന്ന സംശയമാണ് ഇപ്പോൾ NSS പ്രധാനമായും പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഐക്യനീക്കം വേണ്ട എന്ന തീരുമാനം എടുത്തത് എന്നതാണ്. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.